മീനുകുട്ടാ, എന്തോ ശലമോന്റെ മുന്തിരിത്തോപ്പില് കീർത്തനക്കാറ്റായി ചുറ്റിപ്പറക്കാം. പറക്കാം, വീടായ വീടുകളിൽ ഇമ്പത്തിൽ ഉം. വെഞ്ചരിച്ചെങ്ങനെ നമ്മെ പുതുക്കാം. പുതുക്കാം, എല്ലാവരും ഒന്നായിരിക്കാം. ഇരിക്കാം. വലായ്മൊക്കെ നീക്കാം. ഉം. നല്ലോരായി നമ്മളെ മാറ്റാം. ഉം. സ്വർലോകം മണ്ണിലും തീർക്കാം. കുഞ്ഞാടെ ശരി അച്ചോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മതങ്ങളെ, ഇടപെട്, ഇടപെട്. എന്തോ പറ്റി, കയ്യിന്ന് പോയി കേട്ടോ. അച്ചോ, ഇന്ന് നമുക്ക് പാടാനായിട്ടൊരു കുഞ്ഞാടെത്തുന്നുണ്ട്, നമുക്ക് വിളിക്കാം. ആരാണ് കുഞ്ഞാട്? പെർഫോമൻസ് റൗണ്ട് അല്ലേ? അതെ സിസ്റ്റർ, ഇത് പെർഫോമൻസ് റൗണ്ട് ആണ്. Yes. നമ്മുടെ ഇടവകയിൽ ഇന്ന് പാടാൻ എത്തുന്നു മതങ്ങൾ കൊച്ചച്ചൻ. ചെമ്മാച്ചന്. കൊച്ചച്ചൻ, കൊച്ചച്ചൻ, okay. അച്ഛൻ, കൊച്ചച്ചൻ, സിസ്റ്റർ, അങ്ങനെ Okay. മതി. ഓക്കെ, നമ്മുടെ ഇടവകയിൽ ഇന്ന് പാടാനെത്തുന്നു സിംഗർ സാരംഗ്. വെൽക്കം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പറ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിനക്കൊന്ന് എപ്പോഴും കുമ്പസരിക്കണം. ഒന്ന് കുമ്പസരിക്കണം. നിനക്ക് ആരും കേൾക്കൂല. ചെയ്ത പാപങ്ങൾ എന്തുകൂടെ പറയാം, എന്തും വിളിച്ചു പറയാം, പുറത്തു അറിയൂല. നിനക്കൊന്ന് പൊട്ടിക്കരയാൻ തോന്നുന്നുണ്ടോ? പറയാൻ പാട്ട് പാടിയിട്ട് കരയാം. എന്തോ രഹസ്യം ഉണ്ടപ്പോ. രഹസ്യം ഉണ്ടോ? സ്കൂളിലെയാണ്. ഇല്ലില്ല, രഹസ്യമായിട്ടൊന്നുമില്ലല്ലോ. ഒന്നുമില്ലേ? വിഷമങ്ങളും ഒന്നുമില്ലേ? ചെയ്ത തെറ്റുകൾ, പാപങ്ങൾ അച്ഛൻ വെയിറ്റ് ചെയ്യാ. അതെ, കേക്കാൻ വേണ്ടി കുമ്പസാരം കേൾക്കാൻ. അച്ഛനല്ല ഈ അച്ഛൻ. സ്വന്തം അച്ഛനെ നോക്കാം. ഞാൻ ചോദിക്കട്ടെ, ഫ്രാൻസ് എടുത്ത് കുമ്പസരിച്ചിട്ടുണ്ടോ? ഇഷ്ടം പോലെ. ഇഷ്ടം പോലെ. ആ കൂട്ടി കയറി ഇരുന്നിട്ടുണ്ടോ? കൂട്ടി കയറിട്ടില്ല, പുറത്ത്. കൂട്ടിലെ അച്ഛനായിരിക്കും. ആ അച്ഛനാണ്, അതെനിക്ക് മനസ്സിലായി. അപ്പൊ അന്ന് തുറന്നു പറഞ്ഞ ഒരു കാര്യം ഇവിടെ തുറന്നു പറയാൻ പറ്റുമോ? കുമ്പസാര രഹസ്യം വെളിപ്പെടുത്താൻ പാടില്ല. ആണോ? എന്നാലും ചെറിയതൊരെണ്ണം പറയാം. ചെറുത്. യെസ്. മാതാപിതാക്കന്മാര് പറഞ്ഞതനുസരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, രക്ഷപ്പെടാൻ വേണ്ടി. അയ്യോടാ, നല്ല അതായത് അവിടെ മനുഷ്യൻ. പോണോന്ന് പറയും, നമ്മള് പോവില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ ഓ അത്ര ചെറിയ കേസ്. ചെറുത് അല്ലേ? അതിന് പോലും പശ്ചാത്തപിച്ചു മനസ്സ്. അതാണ്. ഓക്കെ, പാവാ കുഞ്ഞാ മാടപ്രാവിന്റെ ഹൃദയം. കേട്ടിട്ടില്ലേ? പിഞ്ചു ഹൃദയം ദേവാലയം. അല്ല അത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചായിരിക്കുമ്പോൾ ഉള്ള കാര്യം ഈ പറഞ്ഞത്. പിന്നെ വലുതായി കഴിഞ്ഞപ്പോ വലിയ വലിയ പാവങ്ങളായോണ്ട് പറയാൻ പറ്റും. പിന്നെ പള്ളിയിലേക്ക് പോകാറില്ല. സാരൂട്ടാ, അയ്യോ. ഇതൊന്നും കേൾക്കണ്ടട്ടാ. ഇല്ലില്ല. അപ്പൊ പാട്ടിന്റെ കാര്യങ്ങൾ പറയൂ. മ്യൂസിക് എം ജയചന്ദ്രൻ സാർ തന്നെ. ആഹാ. പിന്നെ ലിറിക്സ് രാജീവ് ആലുങ്കൽ സാർ. പിന്നെ പാടിയത് വിജയ് യേശുദാസ് സാറും പിന്നെ സുദീപ് കുമാർ സാറും. സിനിമ റോമൻസ്, വർഷം 2013. ഓക്കെ. Yes. താങ്ക് യു, All the best. താങ്ക് യു. അർത്തുങ്കലെ പള്ളിയിൽ ചെന്നിട്ട് ഈശോയെ കണ്ടിട്ടൊന്നോ ശനപാടാം. അർത്തുങ്കലെ പള്ളിയിൽ ചെന്നിട്ട് ഈശോയെ കണ്ടിട്ടൊന്നോ ശനപാടാം. അത്രത്തോളം മക്കളും നമ്മളെ കർത്താവു കാക്കുവാൻ കുർബാന കൂടാം. ആത്മാവിൻ വാതിൽ തുറക്കാം, അൾത്താരയ്ക്കുള്ളിൽ സ്തുതിക്കാം, അനുതാപമുള്ളിൽ നിറയ്ക്കാം, അവിടേക്ക് അതെല്ലാം കൊടുക്കാം. ദൈവത്തിന്റെ കുഞ്ഞാടിനോടൊത്ത് ജീവിത കൊണ്ടുകയറാം. അർത്തുങ്കലെ പള്ളിയിൽ ചെന്നിട്ട് ഈശോയെ കണ്ടിട്ടൊന്നോ ശനപാടാം. അത്രത്തോളം മക്കളും നമ്മളെ കർത്താവു കാക്കുവാൻ കുർബാന കൂടാം. ശലമോന്റെ മുന്തിരിത്തോപ്പിലെ കീർത്തനക്കാറ്റായി ചുറ്റി
ശന പാടാം. അത്രത്തോളം മക്കളാം നമ്മളെ കർത്താവു കാക്കുവാൻ കുർബാന കൂടാം. അത്രത്തോളം മക്കളാം നമ്മളെ കർത്താവു കാക്കുവാൻ കുർബാന കൂടാം. ആത്മാവിൻ വാതിൽ തുറക്കാം, അൾത്താരയ്ക്കുള്ളിൽ സ്തുതിക്കാം, അനുതാപമുള്ളിൽ നിറയ്ക്കാം, അവിടേക്ക് അതെല്ലാം കൊടുക്കാം. ദൈവത്തിന്റെ കുഞ്ഞാടിനോടൊത്ത് ജീവിത കുന്നുകേറാം. സാരംകുട്ടാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പൊ ഇന്നത്തെ പാട്ട് നന്നായിരുന്നു, നന്നായിട്ട് പാടി, ഉഗ്രനായിരുന്നു. ചില ഭാഗങ്ങളൊക്കെ സൂപ്പറായിട്ട് പാടി. പിന്നെ റേഞ്ചിന്റെ ഒരു പ്രശ്നം ഞാൻ കാണുന്നുണ്ട്. ശബ്ദം മാറി വരുന്നതിന്റെ ശബ്ദം മാറി വരുന്നതിന്റെ ലക്ഷണങ്ങൾ. അതെ, വല്ലാത്തൊരു ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, അതെ സാർ, സംഗതി ഒന്നും കിട്ടുന്നില്ല. സംഗതിയൊക്കെ കിട്ടുന്നേ. അതൊക്കെ കിട്ടും. രണ്ടുപേര് ചേർന്ന് പാടിയ പാട്ടല്ലേ? അതെ അതെ. അത് സംഗതി എല്ലാവരും കൂടെ ചേർന്ന് പാടുന്ന പാട്ടിന് ഇങ്ങനെ ഒറ്റ ആള് തന്നെ പാടി കഴിഞ്ഞാൽ സംഗതി ബുദ്ധിമുട്ടല്ലേ? പിന്നെ ഒറ്റയായിട്ട് പാടിക്കഴിഞ്ഞാ അല്ലേ? അപ്പൊ എനിക്ക് അനുപല്ലവിയുടെ ഒക്കെ തുടക്കം, ചരണത്തിന്റെ ഒക്കെ തുടക്കം എനിക്ക് ഇഷ്ടമായി. പക്ഷെ അതിലെ ഹമ്മിങ് ആണ് സംഗതിയുടെ പ്രശ്നങ്ങള്. പിന്നെ ആ ഫസ്റ്റ് പല്ലവിയില് കുർബാന കൂടാം, അതിൽ കുർബാനയുടെ ആ നോട്ട് വേറെ എവിടെയോ പോയി. മനസ്സിലായിരുന്നു? മനസ്സിലായി. അത് അവന്റെ കുർബാന. ഒന്നുകൂടെ പാടുന്നോ? പാടിക്കോ. അർത്തുങ്കലിപ്പള്ളിയിൽ ചെന്നിട്ട് നീശോയെ കണ്ടിട്ടൊന്നോ ശന പാടാം. അത്രത്തോളം മക്കളും നമ്മളെ കർത്താവു കാക്കുവാൻ കുർബാന കൂടാം. ഇപ്പൊ കറക്റ്റായി. പിന്നെ എനിക്ക് ദൈവത്തിന്റെ കുഞ്ഞാടിനോടൊത്ത് ജീവിത കുന്നുകേറാം. ഇങ്ങനെ എന്റെ ഓർമ്മ ഇങ്ങനെയാണ്, ദൈവത്തിന്റെ കുഞ്ഞാടിനോടൊത്ത് ജീവിത കുന്നുകേറാം. അങ്ങനെയല്ലേ? അങ്ങനെയാണോ? ദൈവത്തിന്റെ കുഞ്ഞാടിനോടൊത്ത് ജീവിത കുന്നുകേറാം. അതിന് ദൈവത്തിന്റെ കുഞ്ഞാടിനോടൊത്ത് ജീവിത കുന്നുകേറാം. അത് ചേർന്നില്ലായിരുന്നു. അവിടുത്തെ പ്രശ്നം അതായിരുന്നു, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളല്ല. ശ്രുതി ചേർന്നില്ല, അതായിരുന്നു. പിന്നെ ഉള്ളത് ആ ഹമ്മിങ്. ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹമ്മിങ് ആണ് പ്രശ്നം. എങ്ങനെയാ പാടി? ഗ്രിപ്പ് കിട്ടുന്നില്ല, വഴുതി പോകുന്നു. അറിയില്ല, ഞാൻ കൊറേ നോക്കി. ആണല്ലേ? സാരംഗു അത് സാരല്ല. സുദീപ് പാടിയപ്പോ സുദീപ് ഒത്തിരി നാളെടുത്തത് പാടാനായിട്ട്. കുഴപ്പമില്ല അത്. അങ്ങനെ സുദീപിനെ പോലെ വലിയൊരു പാട്ടുകാരനൊക്കെ പാടുമ്പോഴത്തേക്കും പുള്ളിക്ക് പോലെ അത് എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അത് സാരംഗുന് എടുക്കാൻ പറ്റുന്നുണ്ട്. അത് ഇത്ര ടഫായിട്ടുള്ള സംഗതിയാണ്. അപ്പൊ ഇങ്ങനെ പറ്റുന്നില്ല, ഇത്രയും പാടിയല്ലോ ഈ പ്രായത്തില്. അത് വലിയ കാര്യമല്ലേ? അല്ലേ? പിന്നെ എന്തിനു വിഷമിക്കണം? ഞാൻ അവിടെ കൊറേ പ്രാവശ്യം പാടിയൊക്കെ, പക്ഷെ സ്ലോയില് പാടിയേക്കുമ്പോ ആ സംഗതി എന്താന്ന് മനസ്സിലായി. അപ്പൊ എനിക്ക് നീ അത് കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ്, സ്ലോയില് പാടി സ്പീഡ് കൂട്ടി അങ്ങനെ സ്ലോയില് പാടുമ്പോ സുഖമായിട്ട് ഇത്രയൊക്കെയല്ലേ ആയിട്ടുള്ളൂ. ശരിയാവും കേട്ടോ? അപ്പൊ അതെല്ലാം ശരിയായിക്കോളും. അപ്പൊ അത് മാത്രമേ എനിക്ക് പ്രശ്നം തോന്നുന്നത്. ബാക്കി ആ ചരണത്തിന്റെ അനുപല്ലയുടെ എൻഡിൽ ഇങ്ങനെ വരുന്നില്ലേ, അതും ബേസ് റേഞ്ച് ആയതുകൊണ്ട് കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് നോട്ട്സ് കേൾക്കുന്നില്ല ഓർക്കസ്ട്രയുടെ ഒപ്പം വരുമ്പോ. ഒന്ന് പാടി. മുത്തമിട്ടിടാം.
അത് വരും. ആ, പ്രായം ഇത്രയല്ലേ ആയിട്ടുള്ളൂ. കുറച്ച് കഴിയുമ്പോ എല്ലാം ശരിയാവും കേട്ടോ. ആ, പിന്നെ ഇത് എന്ത് റൗണ്ടായിരുന്നു ഇപ്പൊ പാടി? performance. എവിടെയായിരുന്നു പെർഫോമൻസ്? എവിടെ എനിക്ക് തോന്നി ഞാനിങ്ങനെ അവസാനം ഞാൻ നോക്കും. ടൊയിങ്. അത് മാത്രം അതാണ് ആകെ ഒരു പെർഫോമൻസ് ആണ് അവസാനം ആ, കണ്ടത്. അതന്നെ. ട്വിങ്. ഞാൻ എല്ലാരും ചോദിച്ചു ഈ പാട്ടിന് എങ്ങനെയാ പെർഫോം ചെയ്യണ്ടേ, അപ്പൊ എല്ലാരും പറഞ്ഞ് ആ എന്തെങ്കിലും ആക്ഷൻ കാണിച്ചാ മതി. ആ, അപ്പൊ എനിക്ക് ഇതിന്റെ മനസ്സിലായില്ല. ആക്ഷൻ പോലും അവസാനത്തെ മണിയിലാ വന്നത്. അതെ. അത് സാരമല്ല സാരം ആയിക്കോട്ടെ. പ്രായത്രയല്ലേ ആളൂ. അതെ, പ്രായത്തിലല്ലേ ആയിട്ടുള്ളൂ. എന്തായാലും ആ മിനിമം ഗ്യാരണ്ടി ഇവിടെ കൊണ്ടുവന്നു. ഉണ്ടായി. അതെ, അതെ. അത് മതി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായല്ലോ. അതെ. അതാണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാം. രണ്ടുപേര് ചേർന്ന് പാടിയ പാട്ടാണ്. അതെ, അതിൽ ശ്വാസം ഒക്കെ രണ്ട് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ വിജയും സുദീപും കൂടെ പാടി. അപ്പൊ രണ്ടുപേരും മാറി മാറി പാടുന്നത് കൊണ്ട് ഒരൊറ്റ തന്നെ ആ പാട്ട് ഏറ്റെടുക്കുമ്പോൾ അത് വലിയ ഭാരമായിട്ട് മാറും. പിന്നെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ടല്ലോ, മ്യൂസിക്കൽ വേരിയേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ പാട്ട് വളരെ ടഫാണ് പാടാൻ. സോളോ ആയിട്ട് പാടാൻ ആരെ കൊണ്ട് സാധിക്കില്ലെന്ന് ഞാൻ കാണുന്നത്. പക്ഷെ സാരംകുട്ടൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ആ, ട്രയലിന് കയറി സർ താങ്ക് യു. കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പൊ മിഡൊന്നും അല്ല, അതിന്റെ മേളിൽ തന്നെ കേട്ടോ. ഒരു എബോ ആവറേജ് ആയിട്ട് വന്നിട്ടുണ്ട്. എബോ ആവറേജും അതിന്റെ കുറച്ച് മേളിലും വന്നിട്ടുണ്ട്. ചില ലൈൻസ് ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ തുടക്കത്തിലുള്ള അർത്തുങ്കല പള്ളിയിൽ ചെന്നിട്ട് ഇന്ന് ഈശോയെ കണ്ടിട്ടൊന്നോ ശാന പാടാം, അത് നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഓ എന്ന് പാടുന്നത് അത് റിയലി ടഫാണ്. ഒന്നാമത് ആ സ്പീഡിൽ ആ സംഗതി കിട്ടുക എന്ന് പറഞ്ഞാൽ ഈസി അല്ല. അപ്പൊ അത് പിന്നെയും ചലഞ്ചാണ്. പിന്നെ ചരണത്തിന്റെ എൻഡില് നീതിമാന്റെ മുന്നിലെത്തി മുട്ടുകൊത്തി മുത്തമിട്ടിടാം. അതെ. ഇത് വരുമ്പോഴത്തേക്കും ഈ ഹമ്മിങ് കഴിഞ്ഞിട്ട് ഇത് വരുമ്പോഴത്തേക്കും ഇതും ഒരു ചലഞ്ചായിട്ട് മാറും. ബ്രെത്ത് കിട്ടില്ല. പിന്നെ ബേസ് അല്ലേ, അതെ മോന്റെ സർ. ബേസ് അല്ലേ. Original- ബേസ് കിട്ടിയാൽ മേളിൽ കിട്ടില്ല, മേളിൽ അതെ സർ. കിട്ടിയാൽ ബേസ് കിട്ടില്ല. ഇതന്നെ ഒറിജിനലിന് ഒരുപാട് കുറച്ചിട്ട് ചെയ്തത്. വിഷമിക്കണ്ടടാ. ഇല്ലില്ല. ഇനി എത്ര മുന്നോട്ട് പോയിരിക്കുന്നു. ആ, എന്റെ അത്രയും പ്രായമൊന്നും ആയില്ലല്ലോ. ആ കാര്യം ഒന്ന് അച്ഛൻ്റെോട് പറയണം. എന്തായാലും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം എന്ന് പറയാം, അച്ഛന്റെ കാര്യം പറയാനാണെങ്കിൽ നീ സംസാരിക്കുന്നുണ്ടല്ലോ. അതെ, അതെ. അത് വളരെ ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്നാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചത്. ആയിരിക്കും, അല്ല ആയിരിക്കും, കുറ്റം ആയിരിക്കും. പറഞ്ഞതല്ല, അതായത് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറഞ്ഞു. അതെ, വേറൊരു കാര്യമുണ്ട്. ഇതിന്റെ അതർ സൈഡ് ഉണ്ട്, അച്ഛന്റെ സൈഡിൽ നിന്ന് ആലോചിച്ച് നോക്കുക. അച്ഛൻ എന്താണ് ആഗ്രഹിക്കുന്നത്? നന്നായി പാടുന്നു. അത്രയല്ലേ ഉള്ളൂ. അതെ സാർ. അതിനുവേണ്ടി അച്ഛൻ കാണുന്ന വഴി അച്ഛന്റെ ചെരുപ്പിന്റെ മുകളിൽ കയറി ചിന്തിച്ചു നോക്കൂ. അപ്പൊ മനസ്സിലാവും അച്ഛന്റെ ചെരുപ്പ് വളരെ വലുതല്ലേ. ആ, അതെ. അതുപോലെയാണ് ജീവിതത്തിലെ അച്ഛന്റെ എക്സ്പീരിയൻസ്. അതെ സാർ. അപ്പൊ ഞാനത് മോൻ കുറ്റായിട്ട് കാണുന്ന പറഞ്ഞതല്ല. എക്സ്പീരിയൻസ് ഒന്നല്ല. ഉം. അതുകൊണ്ടാണ് എനിക്ക് എന്റെ മോളുടെ അടുത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചീത്ത അതാണ് പറയുന്നത്. വലിയ ചെരുപ്പിടുന്നത്. എക്സ്പീരിയൻസ് കിട്ടാനാണ് ഇത്രയും വലിയ ചെരുപ്പിടുന്നത്. അച്ഛൻ പറയുന്നതും അമ്മ പറയുന്നതും കേട്ട് മുന്നോട്ട് പോകുന്ന സാർ. മക്കളെല്ലാവരും നന്നായിട്ടേ ഉള്ളൂ മോൻ. ഓക്കെ സാർ. കേട്ടോ. താങ്ക് യു അച്ഛ, താങ്ക് യു അമ്മേ. അതല്ല ലാസ്റ്റ്. ഒരു തിരിച്ചറിവുണ്ടായി. അതന്നെ. കണ്ടോ? എനിക്ക് ആദ്യം തന്നെ ആ വന്ന് നിന്നപ്പോൾ ആ കോൺഫിഡൻസ് അതിൽ തന്നെ ഞാൻ വീണു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫ്ലാറ്റ് നല്ല രസമായിരുന്നു. ആദ്യം ഒരു പ്രശ്നം ആ റേഞ്ചിന്റെയും ആ ബ്രെത്തിന്റെയും. അത് പിന്നെ പ്രായം ഇത്രയല്ലേ ആയുള്ളൂ. ആ റേഞ്ച് എത്തിപ്പിടിക്കാൻ മേളിലായാലും താഴെയായാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. മാത്രല്ല അവസാനം അതെ എന്തൊക്കെയോ കമ്പോസ് ചെയ്ത് വെച്ചേക്ക്. എങ്ങനെ പാടാന് പാവ ഒറ്റയ്ക്ക്. അപ്പൊ പിന്നെ അത് നമ്മുടെ സാരംകൂട്ടന്റെ പ്രശ്നമല്ല, അച്ഛനോട് നമുക്കൊന്നും എന്തെങ്കിലും പറയാൻ പറയണോ? പറ്റില്ല. കണ്ടല്ലോ, പ്രായം ഇത്രയൊക്കെ ആയില്ലേ. അപ്പൊ എന്തായാലും സാരംകൂട്ട കലക്കി സൂപ്പർ ആയിരുന്നു കേട്ടോ. നന്നായി പാടി കേട്ടോ. മാർക്ക് നോക്കാം നമുക്ക്. ഓക്കെ. ഓക്കെ. സാരംകുട്ടന് ഇന്ന് 96.75 ഔട്ട് ഓഫ് 100. താങ്ക് യു സാർ. 96 മാർക്ക് കിട്ടുന്നില്ല. Yes, of course. ഇവിടെ ആർക്കും കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു മാർക്ക്. 96.75. 0.75. ഓക്കെ. മധു അങ്കിൾ, ഓയ്, ഇനി വരാൻ പോകുന്ന ആരാന്നറിയാമോ? ആരാണ്? അറിഞ്ഞിരിക്കേണ്ട ഒരാളാണ് വരുന്നത്. കാരണം ആരാണത്? വരുന്നതിന് മുന്നേ നമ്മൾ ചില കരുതലുകളൊക്കെ എടുക്കേണ്ടിയിരിക്കുന്നു. ഓഹോ, കാരണം അത്തരത്തിലുള്ള എല്ലാവരും ഭയക്കുന്ന ഒരു വ്യക്തിയാണ് വരാൻ പോകുന്നത്. മെഡിറ്റേഷൻ ആണോ? മെഡിറ്റേഷൻ ചെയ്യുന്ന ആളാണോ? മനസ്സിലായോ? മനസ്സിലായി. ആരാണത്? ധ്യാനം. ധ്യാന. നമ്മുടെ ധ്യാനമാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം കമ്മണിക്കുട്ടി ഓൺ സ്റ്റേജ്. അതാണ് ഞാൻ ചോദിച്ചത്, മെഡിറ്റേഷൻ ചെയ്യുന്ന ആളാണോ? അതന്നെ, ധ്യാനത്തിലാ. ഹായ് ധ്യാനക്കുട്ടി. അയ്യോ, ആ വഴിയൊക്കെ പോയാനേ ഇപ്പൊ ആ ഫ്ലോയില്. ഹലോ, ഹലോ. യെസ്. എന്താണ്? ഒരു കാര്യം പറയട്ടെ. പറഞ്ഞോ. ഇവിടെ മഴയായിരുന്നു. അപ്പൊ ഈ മേക്കപ്പ് ചെയ്യുന്ന സ്ഥലമില്ലേ, ഇങ്ങനെ മേക്കപ്പ് ചെയ്യുന്ന സ്ഥലം. അതെ. ആ സ്ഥലത്തില് നവനീര് മഴയിൽ ഇങ്ങനെ കളിക്കുന്നു. മഴയത്ത് കളിക്കായിരുന്നോ? കളിച്ചവൻ. മഴയത്ത് കളിച്ചാൽ അതാണ് പനി കാര്യം. വരില്ലേ? പനി വരില്ലേ? ജലദോഷം പനിയൊക്കെ വരില്ലേ മഴയത്ത് കളിച്ച? ആ, കമ്മണി കളിക്കാൻ പോയാ മഴയത്ത്? ഇല്ല.
ഇല്ല അതുകൊണ്ട് പനി വരില്ല കേട്ടോ. girl, ആ. ജലദോഷം വരില്ല കേട്ടോ. കമ്മണി. നല്ല കുട്ടി. പിണക്കം മാറിയോ നവനീതിന്റെ അടുത്ത്? നവനീതിന് ഇഷ്ടമാണോ? നവനീത പക്ഷേ എന്റെ ബെസ്റ്റിയാ. ബെസ്റ്റിയാണല്ലേ? പക്ഷേ ബെസ്റ്റിയാ എന്നെ ചോദിക്കുന്നേ. വീട്ടിൽ പോകുന്നുണ്ടോ നവനീതിന്റെ കൂടെ കളിക്കാനൊക്കെ? ഇത് ടോപ്പ് സിംഗർ കഴിഞ്ഞിട്ട് പോകുന്നില്ല? അപ്പൊ നിങ്ങൾ ബെസ്റ്റ് കൂടെ പോണില്ല, എനിക്ക് എന്റെ വീട്ടിൽ പോവാനാ ഇഷ്ടം. കമ്മണിയുടെ വീട്ടിൽ പോകാനാണ് ഇഷ്ടം. എന്നാ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ? അപ്പോഴും കളിക്കാലോ. നവനീതിന്റെ വീട്ടിൽ കൊണ്ടുപോയാലോ? അവൻ വേണ്ട വരും. കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയാലോ? വേണോ? ഓക്കെ. അതൊക്കെ അത് ന്യായം. അച്ഛൻ വന്നിട്ടുണ്ടല്ലോ ഒന്ന്. അതെ ശരിയാണല്ലോ. ഇവിടെ ഉണ്ടോ അത്? അച്ഛനെ കണ്ടില്ലായിരുന്നു നേരത്തെ? കണ്ടു നിങ്ങളൊന്ന് എക്സൈറ്റഡ് ആയിക്കോട്ടെ. എക്സൈറ്റഡ്. വേറെ ദിവസം ഞാൻ കാപ്പിയും കടിയും തിന്നായിനെ. അപ്പൊ പെട്ടെന്ന് മുട്ടയുടെ സൗണ്ട് കേട്ടപ്പോൾ പറഞ്ഞിട്ട് വന്നു. ദക്ഷു ദക്ഷു എന്ന് പറഞ്ഞ കമ്മണി എന്ന് പറഞ്ഞു. കമ്മണി. പപ്പ ഇങ്ങനെ വാതിലിന്റെ അവിടെ വന്നിട്ട് സർപ്രൈസ് ആക്കിയോ? ഓ അത് ആ ശരി. ഒരു സർപ്രൈസിന്റെ കഥയാ പറഞ്ഞത്. എനിക്കറിയാം ഇന്നത്തെ പാട്ടിനെ പറ്റി അറിയാം. ഏതിനെ പറ്റിയുള്ള പാട്ടാണ് ഇതല്ലേ? ആണോ? അല്ല, അത് കൊള്ളാം. തീവണ്ടി. അത് തന്നെ. അതല്ലേ തീവണ്ടി. എങ്ങനെ തീവണ്ടി കൂവുന്നേ? അത് കൊള്ളാം കേട്ടോ. അങ്ങനെയല്ലേ? ആണോ? പാടിക്കോ. കൊക്കോ കൊക്കോ തീവണ്ടി കൂകിപ്പായും തീവണ്ടി കൂട്ടിന് ഞാനും കൂടെ പോന്നോട്ടെ. ഓ അത് തന്നെ. അപ്പൊ നമുക്ക് പാട്ട് പാടാമോ? ആ ധ്യാനക്കുട്ടി റെഡി അല്ലേ? ഓക്കെ റെഡി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കൊക്കോ കൊക്കോ തീവണ്ടി കോക്കിപ്പായ തീവണ്ടി കോക്കിന് ഞാനും കൂടെ പോന്നോട്ടെ. ഹേ കൊക്കോ കൊക്കോ
തീവണ്ടി കോട്ടിലെ ഞാനും കോടെ പോന്നോട്ടേ കൊക്കോ കൊക്കോ തീവണ്ടി കോക്കിപ്പായും തീവണ്ടി കോട്ടിലെ ഞാനും കോടെ പോന്നോട്ടേ ആഹാ 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 എങ്ങനെ നിന്ന് അവസാനം എങ്ങനെ നിന്നത് കാണട്ടെ. ആ മൈക്കിന്റെ വെയിറ്റ് കൊണ്ട് സൈഡിലേക്ക് ചെരിഞ്ഞു പോയി കമ്മണിക്കുട്ടി. യെസ് അതെയോ? Yes പാട്ട് എന്ന്. കഴിഞ്ഞിട്ട് അഭ്യാസ പ്രകടനമൊക്കെ അതെ ഉണ്ടായിരുന്നു. ഇപ്പൊ പുതിയൊരു ഇത് കിട്ടിയിട്ടുണ്ട്. യെസ് യെസ്, എന്ത് എന്ത് ചോദിച്ചാലും ചോദിച്ചാലും ഇതാരെ പഠിപ്പിച്ച ഈ വാച്ച്? ഇത് ഞാൻ സ്വന്തം മറിച്ചതാ. അത് ഞാൻ സ്വന്തം തന്നെ പഠിച്ചാ? ഓ, തന്നെ okay. പഠിച്ച. മാടപ്രാവെന്ന് പെട്ടെന്ന് പേടിച്ചു പോയി. അത് ഭയങ്കര ഹൈപ്പിച്ചല്ലേ? അതെ. അതെങ്ങനെ പാടിയാ? ഒരു നാട് അയ്യോ അയ്യോ പേടിച്ചു പേടിച്ചു. മാടപ്രാവിൻ ചിറകിൽ ഒരു നാട് പ്രാവിൻ ചിറകിൽ നീമാനത്തെ തെങ്ങും പാറ ഇരമേലും മിന്നിത്തെന്നും മഴവില്ലിൻ മേത്തിൽ പോകാം. ഉണ്ടോ മഴവില്ലിൻ മേട്ടിൽ പോകാമെന്നൊക്കെയാണ് വരി. അതെ. എല്ലാവർക്കും എല്ലാം മനസ്സിലായല്ലോ. നാടപ്രാവ്. ആ ഒരു നാടപ്രാവ്. അതിനിടയില് ഹൊയ് കൂകു കൂകു തീവണ്ടി അതെങ്ങനെയായിരുന്നു? ഹൊയ്. കൊക്കോ കൊക്കോ ഒരു ഹൊയ് പാടിയില്ലേ? ഹേയ്. അതന്നെ. ആ. ഒയ്യോ ആരാ അങ്ങനെ പോയി വിട്ടത്? എങ്ങനെ വരുന്നു ഇത്രയും ശബ്ദം? ഉള്ളതാ അങ്ങനെ ഒരു ഹോയ് അങ്ങനെ ഉള്ളതാ ഉള്ളതാ, പാട്ട്. ആ. ആ. അങ്ങനെ ഒരു അവസാനത്തെ ഒരു ഹമ്മിങ് പാടിയില്ലേ? ഓ ഓ ആടിയില്ലാതെ ഞാനാ പാടിയത്. ആണോ? ആണോ? അത് മമ്മിയല്ല ഹമ്മിങ് പാടിയില്ലേന്നാ ചോദിച്ചത്. മമ്മി അതെങ്ങനെയായിരുന്നു? ഓ ഓ ഓ ഓ ഓ എങ്ങനെയാ? ഓ ഓ ആ. ശ്ശോ, മിടുക്കി. കൊള്ളാം കേട്ടാ. ആ എന്താ എന്ത് പറ്റി? കൊതുക് കടിച്ചാ? ബൂട്ട്സിന്റെ എത്ര നേരം എടുത്ത്? ആ, സിബ്. ആ. ബൂട്ട്സിന്റെ സിബ് zip കറക്റ്റ് ഇടുക. ആ. ഓ, Okay. ഓക്കെ ഓക്കെ ഓക്കെ. എത്ര നേരം എടുത്ത് ഈ പാട്ട് പഠിക്കാൻ? 2 days. 2 Two days. days. 2 days. ഓ, ഓക്കെ ഓക്കെ. What? 2 days. 2 What? days. What? 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 Cheer. Okay, Yes. Anna. Yes. കമ്പണിക്കുട്ടി ഇത് എന്തിനു പറ്റിയിട്ടുള്ള പാട്ടാ? ആ, പക്ഷെ ഈ സ്വർഗം പോലെ നാട് കടിയാ. സ്വർഗം പോലൊരു നാട്. ഒരു സ്വർഗം ആ വഴി ഏതാ അറിയാ? ആ, അതൊരു കഥല്ലേ വാഗ. ഒരു കഥയാ അത്. ആണോ? സ്വർഗം പോലെ അവിടെ. ആ. ആണോ? ഓ. എന്ത് കഥയാ അത്? ഒരു കഥ. ആ, ഒരു കഥ അത്രേ ഉള്ളൂ. അല്ലേ? ആ, കഥ തന്നെ. ആ മിടുക്കിയായിട്ട് പാടിട്ടോ. കൊക്കോ കൊക്കോ തീവണ്ടി കോക്കിപ്പായും തീവണ്ടി കോക്കിലെ ഞാനും കൂടെ പോന്നോട്ടേ കൊക്കോ കൊക്കോ തീവണ്ടി കോക്കിപ്പായും തീവണ്ടി കോക്കിലെ ഞാനും കൂടെ പോന്നോട്ടേ. നല്ല രസമുണ്ടായിരുന്നു. ഇടയിൽ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനെ 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 ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അതൊക്കെ സൂപ്പർ ആയിരുന്നു. ആ, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. ആ, ആ, ആ. ഓ, Yes, ഓ, yes, ഓ. yes. റിപ്പീറ്റ് ഇങ്ങോട്ടാ പറഞ്ഞ. മിടുക്കിയായിട്ട് പാടി. നല്ല രസമുണ്ടായിരുന്നു പാട്ട് കേൾക്കാനും. കോസ്റ്റ്യൂമും നല്ല സുന്ദരി കുട്ടിയായിട്ട് പാടി കേട്ടോ. ഇതെന്താ? എന്താ ഇത്? വെറുതെ ചെയ്താ. വെറുതെ ആക്ട് ചെയ്ത ആക്ട് ചെയ്ത. മിടുക്കി. ജാനക്കുട്ടി മിടുക്കി. താങ്ക് യു. Yes. മിനുകൂട്ട ഗുഗിളാണ്, ഈ ഗുഗിൾ. കഥ കേട്ടിട്ടുണ്ടോ മിനുകൂട്ട? ഏത് കഥയാ? ഒരിടത്തൊരിടത്തൊരിടത്ത് ആ. ഒരു പൂത്തുമ്പി ഉണ്ടായിരുന്നു. ആ. എല്ലാവിടെ ഇങ്ങനെ പാറി പറന്ന് നടക്കുന്ന പൂത്തുമ്പിയായിരുന്നു. ആ. ആ പൂത്തുമ്പിയുടെ പേരാണ് കമ്മണിക്കുട്ടി. ആ കഥ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. എവിടെയോ കമ്മണിക്കുട്ടി എന്നാ അതിന്റെ പേര്. ആ പൂത്തുമ്പിയുടെ. ശരിക്കും ആ ശരിക്കും ഉം. സത്യ. മധുങ്ങളോട് ചോദിക്കാം പൂത്തുമ്പി എങ്ങനെ പാടിന്ന്. കമ്മണിപ്പൂവേ കണ്ണാടിപ്പൂ. കമ്മണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ. സന്തോഷമായി പാടിക്കഴിഞ്ഞിട്ട് കേട്ടോ. ധ്യാനക്കുട്ടി യെസ് ഉഗ്രനായിരുന്നു കേട്ടോ. നന്നായിട്ട് പാടി. എനിക്ക് ഇഷ്ടായി. താങ്ക്
ആ എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടിനി. ആ നല്ല രസമായിരുന്നു, ആ ക്യൂട്ടായിരുന്നു. ഹമ്മിങ് പറഞ്ഞ കേൾക്കാനും ചില വാക്കുകൾ പറഞ്ഞു കേൾക്കാനൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ കൂക്കു കൂക്കു, പിന്നെ കൂക്കു കൂക്കു തീവണ്ടി ഗ്യാപ്പ്, അതൊക്കെ കറക്റ്റ് ആയിരുന്നു. അല്ല കറക്റ്റ് ടൈമിങ്ങിലാണ് അതൊക്കെ. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്നും അറിയുന്നില്ല, വായിൽ ഒതുങ്ങുന്നില്ല വാക്കുകൾ. അപ്പൊ ചിലപ്പോ സ്പീഡ് കൂടും, ചിലപ്പോ സ്പീഡ് കുറയും. ഒന്നും അറിയുന്നില്ല. അതെ അതെ. അല്ല കമ്മ്യൂണിക്കേറ്റ് ഒന്നും അറിയുന്നില്ല. എന്നാലും കറങ്ങി തിരിഞ്ഞ് കറക്റ്റ് താളത്തിൽ എത്തും അവസാനം. ഹലോ ഹലോ ഹലോ, സ്വപ്നം കാണാണോ? അല്ല അല്ല, എന്താ ആലോചിച്ചേ? ഇപ്പൊ എന്താ ആലോചിച്ചേ? എന്തോ ആലോചിച്ചു ഇപ്പൊ കാര്യമായിട്ട്. എന്താ ആലോചിച്ചത്? ഒന്നും ആലോചിച്ചില്ല. ചുമ്മാ നോക്കിയതാ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ശരി, അപ്പൊ മുകളിലേക്ക് നോക്കിയത് മധുരമഴ വരാനാണല്ലേ? ആ ബാ ബാ ബാ, നമ്മുടെ സാധനം വന്നു. ഓക്കെ റെഡി, 1 അപ്പൊ ഇപ്പൊ വരും. 2 3 സ്റ്റാർട്ട്. പോരട്ടെ നമ്മുടെ കമ്മണി വാവയ്ക്കൊരു നല്ല മധുരം മഴ. കഴിഞ്ഞു, സമയം കഴിഞ്ഞു. കഴിഞ്ഞിനി. ദക്ഷിണാമൂർത്തി സ്വാമികളുടെ റൗണ്ടിൽ പെർഫോം ചെയ്യാനായിട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ റിയാൻ കുട്ടൻ എത്താണ്. വിളിക്കാം നമുക്കല്ലേ? വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നമ്മുടെ റിയാൻ കുട്ടൻ ഓൺ സ്റ്റേജ്. എന്തൊക്കെ ടൈമിങ്ങിനല്ലേ ഇങ്ങനെ ലിറിക്സ് പറഞ്ഞ MJ സാറിന്. അതെ അതെ. മനോഹര, എന്തോ സുന്ദര, എന്തോ ചക്കരക്കുട്ടാ, മുത്തുക്കുട്ടാ, എന്തോ പൊന്നുകുട്ടാ, എന്തോ വാവക്കുട്ടാ, അക്കുടുമുത്തേ, എന്തുകൊണ്ട് വിശേഷം? ഇപ്പോഴും പരിശ്രമിച്ചോണ്ടിരിക്കുകയാണ്. അല്ല ഇനി കാക്കക്കുട്ടൻ പരിശ്രമിക്കുന്നു. അക്രമാവിൻ കൊമ്പിൽ കാക്കക്കുട്ടി പറന്നു പോകാൻ പരിശ്രമിക്കുന്നു. ഓ എന്ത് രസമായിട്ട്. ആ ബേസിലായിട്ട് ഇവിടുന്ന് പോയ വഴി അത് പാടിക്കൊണ്ടാ പോയത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വൈറലല്ലേ, വൈറൽ. ഇനി അത് റിലീസ് ചെയ്താ മതി. ഇപ്പൊ കറക്റ്റ് സമയാ. അതെ ശരിയാ. പ്രിയങ്കുട്ടാ, എന്തോ ഇന്ന് ഏത് പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്? മനോഹരനിൻ. മനോഹരൻ പാടുന്ന മനോഹരി എന്ന ഗാനം. അതെ അതെ അതെ, ബ്യൂട്ടിഫുൾ. പക്ഷെ സിനിമ പാടിയത് മനോഹരൻ തന്നെയല്ലേ? അതെ 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 അതെ. ഇന്ന് ആരൊക്കെയാ വന്നിരിക്കുന്നറിയോ സാർ? ആരൊക്കെയാ വന്നിരിക്കുന്നേ? എന്റെ അച്ഛന്റെ ഏട്ടനും ചേട്ടന്റെ ഫാമിലി. ഓ ശരി ശരി. ഹായ്, നൈസ് മീറ്റിംഗ്. ഹായ്. ഡീറ്റെയിൽസ് പറയാല്ലേ നമുക്ക്? ആ സിനിമ ലോട്ടറി ടിക്കറ്റ്, വർഷം 1970, മ്യൂസിക് നമ്മളുടെ സ്വന്തം ദക്ഷിണമൂർത്തി സ്വാമികൾ, ലിറിക്സ് ശ്രീകുമാരൻ തമ്പിസാർ, പാടിയത് KJ യേശുദാസ് സാർ. വെരി ഗുഡ്. ഈ സിനിമയിൽ തന്നെ വേറെ പാട്ടുകളുണ്ട്, ഭയങ്കര മെലോഡീസ് ആണ്. 1 രൂപ നോട്ട് കൊടുത്താൽ അതെ. ഇപ്പൊ പാടിക്കോട്ടോ. താങ്ക് യു സാർ. All the best. താങ്ക് യു ചേച്ചി. എന്തോ സാർ? യെസ് സാർ. ഓൺ ഹാൻഡ്. മനോഹരി നിൻ മനോരഥത്തിൽ മലരോടു മലർത്തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ. മനോഹരി നിൻ മനോരഥത്തിൽ മലരോടു മലർത്തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ. ആരാധകനാണോ ഈ ആരാധകനാണോ? മനോഹരി നിൻ മനോരഥത്തിൽ
ആരാധകനാണോ? ഹൃദയവതീ നിൻ മധുരവനത്തിലെ മലർവാടമൊരു വട്ടം തുറക്കുകില്ലേ? അറിയാതെ പൊഴിയുന്ന മത്തുകണമെങ്കിലും നുകരുവാൻ അനുവാദം തരികയില്ലേ? ആധരതളപുടം നീ വിടർത്തിടുമ്പോൾ, ആധരതളപുടം നീ വിടർത്തിടുമ്പോൾ അതിലൊരു ശലഭമായി ഞാനമരും. മനോഹരി നിൻ മനോരഥത്തിൽ മലരോടു മലർത്തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ? ആരാധകനാണോ? ഈ ആരാധകനാണോ? പ്രണയമയീ ആ പ്രണയമയീ നിന്റെ കണിമുത്തു വീണയിലെ സ്വരരാഗ കന്യകളെ ഉണർത്തുകിലേ? പ്രണയമയീ നിന്റെ കണിമുത്തു വീണയിലെ സ്വരരാഗ കന്യകളെ ഉണർത്തുകില്ലേ? അനുരാഗ മധുമാരി ചൊരിയുമാ സുന്ദരിമാർ അനുഗനാമെൻ കരളിൽ പടർന്നിറങ്ങും. ഒരു സ്വപ്നമങ്ങനെ വിടർന്നിടുമ്പോൾ, ഒരു സ്വപ്നമങ്ങനെ വിടർന്നിടുമ്പോൾ ഒരു യുഗജേതാവായി ഞാൻ വളരും. മനോഹരി നിൻ മനോരഥത്തിൽ മലരോടു മലർത്തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ? ആരാധകനാണോ? ഈ ആരാധകനാണോ? വാവ്, സൂപ്പർ സൂപ്പർ, വെരി നൈസ്, വെരി നൈസ്, വെരി നൈസ്. നോ വേർഡ്സ്. വാക്കുകളില്ല എന്റെ മകനെ. റിയാൻകുട്ടൻ പാട്ട് പാടുകയല്ല, പക്ഷെ ആ പാട്ടിന്റെ ഉള്ളിൽ ജീവിക്കുകയാണ്. അതെ, അങ്ങനെ എനിക്ക് തോന്നുന്നു. അതെ അതെ ആ അതെ അതെ. എന്താ സംശയം? റിയാൻകുട്ടൻ പോലും അറിയുന്നില്ല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. യെസ്. അവൻ പാടുമ്പോഴാണ് എനിക്ക് തിരിച്ചറിയുന്നത്, എനിക്ക് പോലും തിരിച്ചറിയുന്നത്, അതായത് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇരുട്ടുണ്ടെന്ന്. ആ ഇരുട്ടിന് അവന്റെ പാട്ടിലൂടെ അവൻ നിറപ്പെടുത്തുകയാണ് പലപ്പോഴും. അപ്പൊ അങ്ങനെ എനിക്കും അവൻ പ്രകാശം തരുന്നുണ്ട്. അത് അവന്റെ സംഗീതത്തിലൂടെയാണ്. വാട്ട് എ ടാലന്റ്. ശരിക്കും അതെ. ഓരോ സ്വരങ്ങൾക്കും വ്യക്തതയുണ്ട്, ഭാവ തെളിമയുണ്ട്, തെളിച്ചം, ഭാവത്തിന് തെളിച്ചമുണ്ട്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവന്റെ ഹൃദയം ഒരിക്കലും വഴിതെറ്റുന്നില്ല. അത് കൃത്യമായിട്ട് മാത്രമാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ സംഗീതത്തിൽ മാത്രമാണ് അവന്റെ ഫോക്കസ്. വേറെ ഒരു കാര്യത്തിലും അവൻ ഡിസ്ട്രാക്റ്റഡ് അല്ല, വേറെ ഒന്നിലും ഡിസ്ട്രാക്റ്റഡ് അല്ല. അതൊരു വലിയൊരു ഗിഫ്റ്റാണ്, ദൈവത്തിന്റെ വലിയ ഒരു ഗിഫ്റ്റാണ്. ഈ പാട്ട് പാടുക എന്ന് പറയുന്നത് അതിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, അവിടെ ഇവിടെ അവിടെ നല്ല ഒത്തിരി ടഫ്. ദക്ഷിണാമൂർത്തി സ്വാമികളുടെ പാട്ടാകുമ്പോഴത്തേക്ക് രാഗഛായ തീർച്ചയായും വേണം. അപ്പൊ അത് അറിഞ്ഞു പാടുക എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. ഇപ്പൊ ഒരു യുഗ ജേതാവായി ഞാൻ വളരുന്ന തിരിച്ച് ആ സാരംഗേന്ന് തിരിച്ച് ഈ രാഗത്തിലോട്ട് വരുന്ന അതിലോട്ട് വരുന്ന ആ ഒരു ബ്രിഡ്ജായിട്ടാണല്ലോ അത് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല അറിയാൻ കേട്ടാ. ശരിയാ, കേട്ടു. പിന്നെ വൈശാഖ് സാറ് പറഞ്ഞതാ, സാരംഗിയാണ് ചരണത്തില്, പിന്നെ അവസാനം എൻഡിലങ്ങ്
ഘരഘരപ്രിയ കൊണ്ട് ഇട്ടേക്കാന്ന്. തീർച്ചയായിട്ടും അതെ, റിയാൻകുട്ടൻ അതെ. ഒരു യുഗ ജേതാവായിട്ട് തന്നെ വരും, തീർച്ചയായിട്ടും. Yes. ഒരു സംശയമില്ല. അതെന്താ അർത്ഥം സാറേ? എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഒരു ജേതാവായിരിക്കും, Yes, yes. വിജയിയായിരിക്കും. ഓ യു Yes. വിൽ ബി ദ വിന്നർ. ഓ, അതാണ് The emperor. ഓ. എന്തിന്റെ വിന്നറാണ്? സംഗീതത്തിന്റെ വിന്നറാണ്. ആ, അതാണ് ആ രീതിയിലാണ് കേട്ടോ. താങ്ക് യു സാർ. അപ്പൊ സംഗീതത്തിലുള്ള അവന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇതിന് പ്രത്യേകിച്ച് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. കാരണം അത് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഹൃദയത്തിലെ ഇരുട്ടിനെ മാറ്റിത്തരുന്നവനാണ് അവൻ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് ആ ഫീൽ എനിക്കുണ്ട്, ശരിക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. താങ്ക് ആ യു സാർ. ഒരു യുഗ ജേതാവായി ഒന്ന് പാടാമോ? ഒരു യുഗജേതാവായി ഞാൻ വളരും. ആഹാ, ആഹാ. സിമ്പിൾ എന്ത് സിമ്പിൾ ആയിട്ടാ പാടിയ മീനുട്ടോ. പക്ഷെ അത് അതെ. ആഹാ. അത്രയും ഡീറ്റെയിൽസ് ഉണ്ട് അതില്. ഉം. അതുപോലെ ആധാര- അധരദലപുടം നീ വിടർത്തിടുമ്പോൾ അതിലൊരു ശലഭമായി ഞാൻ അമരും. ആ, അറിയാങ്കോട്ടാ, എന്തോ വിശ്വസിക്കാൻ പറ്റിയില്ല കേട്ടോ അത് പാടിയത്. അയ്യോ. ഒന്ന് പാടാമോ? പ്രത്യേകിച്ച് രണ്ടാമത്തെ അല്ലേ? ആധരതലപ്പുടം നീ വിടർത്തിടുമ്പോൾ ആ ആധരതലപ്പുടം നീ ആ. വിടർത്തിടുമ്പോൾ ആ അതിലൊരു ശലഭമായി ഞാൻ ആഹാ, ആഹാ. മനോഹരി നിൻ മനോരഥത്തിൽ മലരോടു മലർത്തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ ആരാധകനാണോ? ആ ഈ ആരാധകനാണോ? ദൈവം, ഞാൻ നിന്റെ ആരാധകനാണോ? ഞാനും ഞാനും ഞങ്ങൾ എല്ലാരും അതെ. വി ആർ യുവർ ബിഗസ്റ്റ് ഫാൻസ് കേട്ടോ. താങ്ക് യു സാർ. ഒരു വലിയൊരു നമസ്കാരം. താങ്ക് യു. മാത്രമല്ല വേറെ കാര്യമുണ്ട്. ഞാൻ ആദ്യം മനോഹരൻ എന്ന് വിളിച്ചത് വെറുതെ അല്ല. ഏ? ഇന്ന് നല്ല ചുന്ദരനായിട്ടുണ്ട് ആ അതെ, ഷർട്ടും മുണ്ടിലും യെല്ലോ കേട്ടോ. ഷർട്ടും അതെ അതെ. മുണ്ടും. ആ മസ്റ്റഡി അല്ലോ അല്ലേ? ഒരു ചുന്ദരിയായിട്ടുള്ള പാട്ട് ചുന്ദരമായിട്ട് പാടി. ആര്? ഞാൻ ചുന്ദരൻ. എന്ത് രസമായിട്ടാണോ പാടുന്നേ. ആ, എനിക്കിങ്ങനെ റിയാൻകുട്ടന്റെ കഴിവ് പല മാനങ്ങളിൽ ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ഡിറക്ഷനിൽ. അതിന്റെ നോളജ് വൈസ് അതെ, കഴിവ് വൈസ് അതെ, എന്താ പറയാ ക്ലാരിറ്റി, അതിന് കൊടുക്കുന്ന ഇമോഷൻ എല്ലാം ഓരോ പ്രാവശ്യം പാടുമ്പോഴും അതിങ്ങനെ ക്ലിയറായി വന്നുകൊണ്ടിരിക്കുക. റിയാൻകുട്ടന്റെ ആ ശബ്ദവും ആ പാട്ടും മാത്രമല്ല, ഐ തിങ്ക് ഇത് റിയാൻകുട്ടന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ്. yes, ഒരു yes. സംശയം. പിന്നെ Of ഉറപ്പായിട്ടും course. അല്ലേ? ഉറപ്പല്ലേ? പെർഫോമൻസസ്. മനോഹരി നിൻ മനോരഥത്തിൽ മലരോടു മലർത്തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ ആരാധകനാണോ? ഈ ആരാധകനാണോ? വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ്. ഒന്ന് ഈ പാട്ടിന്റെ സെലക്ഷൻ, റിയാൻകുട്ടിന് കറക്റ്റ് ആണ് ഈ പാട്ടിന്റെ സെലക്ഷൻ. ഞാനും അമ്മയും കാറില് ആ. എവിടെ പോകുമ്പോഴായിരുന്നു അറിഞ്ഞൂടെ, ഗ്രൂമിങ്ങിനാന്ന് തോന്നുന്നു, മുമ്പത്തെ സൂര്യനാളത്തിന്റെ. ശരി. ആ, അന്നേരം പോകുമ്പോ ദക്ഷിണമൂർത്തി ഹിറ്റ്സ് വെച്ചു. ആ. കൊറേ പാട്ടുകൾ ഉണ്ടായിരുന്നു. അതിന്റെ അകത്ത് ഈ മനോഹരൻ നമ്മൾ കൊടുത്തായിരുന്നു. അതിൽ ആണല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണോ അത്? ഇഷ്ടപ്പെട്ടു അല്ലേ ആ പാട്ട് കേട്ടപ്പോ? ആ പാട്ടിന്റെ ഈ ഒരു സമയം ഒരു ഗിറ്റാർ, അതെ, 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 അതെ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇഷ്ടപ്പെട്ടു. പാട്ടും ഇഷ്ടമായി. പിന്നെ അതിന്റെ റിതം ശ്രദ്ധിച്ചിട്ടില്ലേ? മനോഹരി നിൻ പാടുമ്പോ തബലയുടെ റിതം അത് ടിപ്പിക്കൽ ദക്ഷിണാമൂർത്തി സ്വാമി സ്റ്റൈലാണ് അത്. ആണോ? അതെ. അത് എങ്ങനെയായിരുന്നു? ഒന്ന് മുരളിച്ചേട്ട. മനോഹരി നിൻ മനോരഥത്തിൽ മലരോടു മലർത്തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ ആരാധകനാണോ? ഈ ആരാധകനാണോ? കേട്ടോ? ചക്ക ചക്ക നല്ല രസമുള്ള ഒരു റിയാൻകുട്ടന്റെ സ്റ്റൈലാണ്. ഒബ്സർവേഷൻസ് കണ്ടോ മച്ചേട്ടാ? അത് അതെ, ഓരോന്നും അതിന്റെ ഓരോ കമ്പോണന്റ് അവന്റെ ഹൃദയത്തിലുണ്ട് എന്ന് പറയാം. ആ. അവന് അറിയാം എന്താണ് അവൻ പാടാൻ പോകുന്നത്. ആ നോളജ് എന്നെ എപ്പോഴും ഇങ്ങനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഓരോ പ്രാവശ്യം റിയാൻകുട്ടൻ വരുമ്പോഴും
ഇന്ന് എന്താണ് റിയാൻകുട്ടന്റെ കയ്യിൽ നിന്ന് എന്താ ഞാൻ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് അങ്ങനെയാ വരിക. ഇത്രയും മിടുക്കനായിട്ട് പാടി കേട്ടോ. താങ്ക് യു. മിടുക്കൻ. ഐ എം പ്രൗഡ് ഓഫ് യു. ഉമ്മ. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ റിയാൻകുട്ടൻ. എനിക്ക് അറിയാതെ അവന്റെ ഫീലൊക്കെ വരണേ. ആണല്ലേ? എന്തായാലും ഒരു വലിയ കഴിവ് തന്നെയാണ് അത് ശരിക്കും. താങ്ക് യു സാർ. അങ്ങനെ ഇത്തരം ഫീൽഡിൽ പാടാൻ പറ്റുക എന്നുള്ളത് കറക്റ്റ് ദാസേട്ടൻ പാടിയത് അങ്ങനെ തന്നെ ഒബ്സർവ് ചെയ്ത് അതങ്ങനെ തന്നെ പാടിയിട്ടുണ്ട്. ചില സമയത്ത് ചില സമയത്തല്ല എപ്പോഴും പാടിയപ്പോ ദാസേട്ടൻ അത്രക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. ദാസേട്ടന്റെ പാട്ടും ഇതിന്റെ അകത്തെ ദാസർ വെബ്രേറ്റും എല്ലാ സ്ഥലത്തും ഇങ്ങനെ വരുമ്പോഴേ ഭയങ്കര സുഖമില്ലേ. അതെ. നല്ല രസമല്ലേ? പിന്നെ ഇത് പല രാഗത്തിലല്ലേ കമ്പോസ് ചെയ്തിട്ടുള്ളത്. പല്ലവി അനുപല്ലവി ചരണം. അതെ. അപ്പോ എല്ലാം ഭംഗിയായിട്ട് വളരെ മനോഹരമായിട്ട് പാടി. നല്ല ലയിച്ച് പാടി. താങ്ക് യു. ചില കാര്യങ്ങളൊക്കെ ഞാനും ഇപ്പൊ പറഞ്ഞില്ലേ MJ അങ്കിളിന്റെ ഹൃദയത്തിൽ ഇരുട്ട് മാറ്റിന്ന്, അതുപോലെ ഞാനും ശ്രദ്ധിച്ചു. ഇതുവരെ ഞാൻ നോട്ട് ചെയ്യാത്ത ചില ഭാഗങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ അത് അങ്ങനെയായിരുന്നല്ലേ, ഞാൻ അങ്ങനെ പാടിയില്ലല്ലോ എന്ന്. ഒരു അകാരം ഉണ്ടായിരുന്നല്ലോ പ്രണയമയി. അതെ 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 അതെ. അതൊക്കെ സൂപ്പർ ആയിരുന്നു. അതെ. ഗാനം പാടിയപ്പോ സിയാബ് സാർ ആഹാന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങളും ആഹാന്ന് പറഞ്ഞു. അതെ, ഞങ്ങള് പറഞ്ഞത് കേട്ടില്ലാന്നേ ഉള്ളൂ. ഞങ്ങള് 3 പേരും ആഹാ പറഞ്ഞു. അതെ. അപ്പൊ എന്തായാലും മിടുക്കനാട്ടാ, മിടുക്കൻ. താങ്ക് യു സാർ. അപ്പൊ ഭാവിയിൽ ഈ പറഞ്ഞ പോലെ ഒരു യുഗ ജേതാവായിട്ട് വളരട്ടെ. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. റിയാൻകുട്ടാ, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു റിയാൻകുട്ടൻ ഇവിടെ പാടിയ പാട്ടുകളും അതൊക്കെ എത്രത്തോളം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഹൃദയങ്ങളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഹൃദയം കീഴടക്കിയ ആ പാട്ടുകൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒന്ന്, നീ വരു കാവ്യ ദേവതേ. അത് വൺ ഓഫ് യുവർ ബെസ്റ്റ് ആയിരുന്നു കേട്ടോ. അതൊന്നും കൂടി പാടിത്തരണോ? പാടിക്കോ. ആഗ്രഹം ഉണ്ടല്ലേ? അല്ല, സാറിന് ഇഷ്ടമായതുകൊണ്ട് ഇനിയും പാടിത്തരണം ചോദിച്ചു. അയ്യോടാ. നീ വരു കാവ്യ ദേവതേ, നീ വരു കാവ്യ ദേവതേ, നീലയാമിനി തീരഭൂമിയിൽ, നീലയാമിനി തീരഭൂമിയിൽ നീറുമെൻ ജീവനിൽ കുളിരുമായി നീ വരൂ വരൂ വരൂ. പിന്നെ ഇത് പാടില്ലേ, അമ്മ മഴ കണ്ണീറഞ്ഞു. അതിന് 100 ആയിരുന്നില്ലേ? 100+3 stars. 3 stars. Yes, yes. അമ്മ മഴക്കാറിനു കണ്ണീറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. കന്നിവെയിൽ പാടത്തു കനലെരിഞ്ഞു, ആ മൺകൂടിൽ ഞാൻ പിടഞ്ഞു. മണൽ മായ്ക്കുമീ കാൽപ്പാടുകൾ തേടി നടന്നൊരു ജപസന്ധ്യേ. ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു MJ സാറിന്റെ ഫേസ്ബുക്ക് പേജിലല്ലേ? അമ്മ പറഞ്ഞായിരുന്നു. പിന്നെ ഒരു സംഭവം ഇന്ന്, മനോഹരി നിൻ, അതാരാ പാടിയ? യേശുദാസ് സാർ. അല്ല, ഇപ്പൊ പാടിയതാരാ? ഞാൻ. ഞാൻ. മൂന്നും മനോഹരമായിട്ട് നിൽക്കുന്നുണ്ടല്ലേ നമ്മുടെ മനസ്സിൽ? തീർച്ചയായിട്ടും. അതെ. ഇത് വേറെ എല്ലാ പാട്ടുകളും നിൽക്കുന്നുണ്ട്, പക്ഷെ ഈ 3 പാട്ടുകൾ ഇങ്ങനെ ലൂപ്പായിട്ട് കറങ്ങുന്നുണ്ട്. ഇതുവരെ ഉണ്ടായ സീസണിൽ പല കുട്ടികളും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പാടിയ പാട്ടുകൾ ഇപ്പോഴും നമുക്ക് മനസ്സിലുണ്ട് പലതും. അതുപോലെ ഇതും മനസ്സിലുണ്ടാവും. റിയാൻകുട്ടന്റെ ശബ്ദത്തിൽ കേൾക്കാം ഈ പാട്ടൊക്കെ. യെസ്. റിയാൻകുട്ടാ, എന്തോ ഒരു 10 മാർക്ക് തരാം. 10x10 എത്രയായി? 100. It is going to be 100 on 100 for Riyankuttan today. കൊറേ നാൾക്ക് ശേഷം എനിക്ക് 100 കിട്ടണം. നമ്മുടെ റിയാൻകുട്ടനാണ് കേട്ടോ പെർഫോമർ ഓഫ് ദ ഡേ. ആര്യ ചേച്ചി, വെൽക്കം. നമുക്ക് 2 ഗിഫ്റ്റ് ഉണ്ടേ. ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ. അതേന്ന് സന്തോഷല്ലേ?
യെസ് എനിക്ക് കൊറേ ആഗ്രഹം ഉണ്ടായിരുന്നു ഡ്രസ് വേണം ആണോ? അപ്പൊ റിയാൻകുട്ടിന് ദേ കിൻഡർ ബോക്സിന്റെ ഒരു ഉടുപ്പ് അടിപൊളി സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇന്ന്. അടുത്ത ഏറ്റവും നല്ല പാട്ടിന് dress ആ. ഞാൻ ഇടാൻ നോക്കട്ടെ. ശരി. ആ. ഇത് ഏറ്റവും നല്ല ഉടുപ്പാട്ടോ Thank കിൻഡർ you. മോക്സിന്റെ. ഇതിട്ടോ റിയാൻകുട്ടൻ ഇതിലിട്ടോ കിൻഡർ മോക്സിന്റെ ബൈ ഒരു കിൻഡർ ഉടുപ്പ്. മോക്സ്. കിൻഡർ ബോക്സ്. Thank you. പിന്നെ റിയാൻകുട്ടന് വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. പല്ല് നന്നായി തേക്കാൻ Thank you. ബിലി വൈറ്റ്. Thank you. രണ്ടുമായി. ഓക്കെ ഹാപ്പി Happy. 100 കിട്ടിയിട്ട് ഹാപ്പി, Very very happy. വെരി വെരി ഹാപ്പി. താങ്ക് യു റിയാൻകുട്ട. നന്നായി പാടി ട്ടോ. താങ്ക് യു ആര്യ ചേച്ചി. ഇത് ഞാൻ പിടിക്കാം ചേച്ചി, അമ്മയുടെ കൊടുത്തേക്കാവേ. ചുരുക്കം മീനുട്ടാ, എന്തോ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഗുഡ് ഹാബിറ്റ് എന്താണ്? ഗുഡ് ഹാബിറ്റ് ബ്രഷ് ബിഫോർ ബെഡ്. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഇന്നത്തെ എപ്പിസോഡ് ദേ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. പക്ഷെ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് ഒരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട്. എല്ലാവർക്കും അറിയുന്ന ഒരു ഹാപ്പി ന്യൂസ് ആണ്. പാട്ട് പാടാൻ ആഗ്രഹമുള്ള 14 വയസ്സിൽ താഴെയുള്ള കുട്ടി പാട്ടുകാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 7 ഓഡീഷൻസ് നടക്കുകയാണ്. അതിലേക്ക് ജോയിൻ ചെയ്യണം. ടോപ്പ് സിംഗർ നിങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ വെൽക്കം ചെയ്യാണ് കേട്ടോ. ട്രിവാൻഡ്രത്ത് നമ്മുടെ ഫോർട്ട് മാനർ ഹോട്ടലിൽ വെച്ചിട്ടാണ്, പവർ ഹൗസ് റോഡിന് സമീപത്തുള്ള ഫോർട്ട് മാനർ ഹോട്ടലിൽ വെച്ചിട്ട് നാളെയും നാളത്തെ 30, 31 തീയതികളിലായിട്ടാണ് ഓഡീഷൻസ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ. ഇന്ന് നമ്മൾ തൽക്കാലത്തേക്ക് ടാറ്റ പറയാണ്. നാളെ വീണ്ടും കാണും ഇതേ സമയത്ത്. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ ബൈ, സീ യു.